തിരുവനന്തപുരം പോത്തൻകോട് ബേക്കറി ഉടമയെയും തൊഴിലാളിയെയും അജ്ഞാതർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അൽഹാനി ബേക്കറി ഉടമ ഷാഹുൽ ഹമീദിനും തൊഴിലാളിക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. പുറത്തുനിന്ന് എത്തിയവർ ഷവർമ കത്തി എടുക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അതിക്രമം. ഗോകുൽനാഥ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോകുൽ, ഇതെന്താണ് സംഭവം? ഇതെന്തിനാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്? ഈ അക്രമകാരികൾ എവിടത്തുകാരാണ്? ഇവർ ആരാണ്? ഇവരെക്കുറിച്ച് വിവരങ്ങളൊക്കെ ലഭിച്ചോ? ഷിഹാസ്, പോത്തൻകോട് മേലേമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ അതിക്രമം നടന്നതെന്നുള്ളതാണ്. രണ്ടംഗ സംഘം ഈ കടയിലേക്ക് എത്തുകയും ഈ സമയത്ത് ഈ കട പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. രണ്ടംഗ സംഘം എത്തുകയും തുടർന്ന് ഈ ഷവർമ സ്ലൈസ് ചെയ്യുന്ന കത്തി ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. തുടർന്ന് ഇത് ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ബേക്കറി ഉടമയെയും തൊഴിലാളിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. രണ്ടുപേർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ഈ കടയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അത്രത്തോളം അതിഭീകരമായിട്ടാണ് വെട്ടിയതെന്നുള്ളതാണ് തൊഴിലാളികൾ അടക്കം പറഞ്ഞതാലും ഈ ഷാഹുൽ ഹമീദ് കട ഉടമയുടെ ഒരു ബന്ധു കൂടി ഇവിടെ ഉണ്ടായിരുന്നു. 16 വയസ്സ് മാത്രമാണ് പ്രായം. ആ കുട്ടിയുടെ മുമ്പിലിട്ടാണ് ഈ വെട്ട് നടന്നതെന്നുള്ളതാണ്. കുട്ടിയോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും 16 വയസ്സ് മാത്രമായതുകൊണ്ട് കുട്ടിയുടെ മുഖം കാണിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇത് തൻ്റെ സ്കൂട്ടിയായിട്ട് ഇവിടെ വരികയായിരുന്നു. അപ്പോൾ സ്കൂട്ടിയായിട്ട് വന്ന സമയത്ത് ഇവിടെ ഷവർമ വെട്ടുന്ന കത്തിയുണ്ട്. അത് ഇവിടെ നിന്ന് ആ ബായിയോട് ചോദിക്കാതെ പറയാതെ ആ കത്തി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ആ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്ത് അപ്പോൾ ഈ ബായി കയറി ബംഗാളി ബായി ചോദിക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ പള്ളി വിളിച്ച്. അപ്പം ഞാൻ ചെന്ന് ഉടനെ മാമനോട് പറഞ്ഞപ്പം മാമൻ കയറി അങ്ങനോട് ചോദിക്കാൻ നിന്ന്. അപ്പം ഈ കത്തി എടുത്ത ആൾ വന്നിട്ട് മാമനെ ഇടിക്കാനും അതിക്രമമായിട്ട് എന്തൊക്കെ പറയാം. കത്തി വെച്ചാണോ വെട്ടിയത്? അല്ലല്ല, ഷവർമ കത്തി വെച്ചല്ല വെട്ടിയത്. ഈ സംഭവം നടന്നപ്പോൾ മാമൻ പിടിച്ച് തള്ളി. അങ്ങനെ ഇങ്ങേര് വണ്ടി കയറിപ്പോയി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഒരു പള്ളി വിളിച്ചിട്ട് പോയിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ നമ്മളെല്ലാവരും നോർമലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം എവിടുന്നോ അപ്പം കത്തി കയ്യിലില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പെട്ടെന്നൊന്ന് കയറി വന്ന് ബാക്കിൽ നിന്ന് ഒരു കത്തി എടുത്ത് 2-3 വട്ടം കയ്യിലും ഇവിടെയൊക്കെ ആയിട്ട് വെട്ടാൻ നോക്കി. പക്ഷേ മാമ തന്നെ ഇല്ല, ഒഴിഞ്ഞില്ല. ഈ ബ്ലോക്ക് ചെയ്ത്. അപ്പോൾ ബ്ലോക്ക് ചെയ്തപ്പോൾ കൈയുടെ അവിടെയൊക്കെ ആയിട്ട് 2-3 വെട്ടുമുണ്ട്. ഗുരുതരമാണോ? പരിക്ക് ഗുരുതരം. തലയുടെ അവിടെയും കൈയുടെ ഇവിടെയായിട്ടൊക്കെ കുറേ വെട്ടുമുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ബംഗാളി മൂന്ന് ബായിസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേര് വന്ന് ബായിനെ പിടിച്ച്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കത്തി വാങ്ങിച്ച് പിന്നെ ആ ഷവർമ കത്തി എടുത്ത് അവിടെ നിന്ന് ഉടനെ മാറ്റി വെച്ച്. അപ്പം ഈ ബായിമാരെല്ലാം കൂടി ചെന്ന് അങ്ങനെ തറയിൽ തള്ളിയിട്ടിട്ട്. ഈ കടയിൽ വന്നിട്ടുള്ളവരാണോ? അല്ലല്ല, ഇത് ഇവിടെ ഉള്ള ആരും കണ്ടിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ടേ ഇല്ല. അങ്ങനെ തറയിൽ തള്ളിയിട്ടപ്പം അങ്ങേരെ അടിച്ച് ബായിമാരനോട് അടിച്ചപ്പോൾ അങ്ങേരെ തല കയറി ടൈലിടിച്ച് തലയ്ക്ക് നല്ല പൊട്ടലായി. അവിടെ ഫുള്ള് ചോരയായി. പോത്തൻകോട് പ്രദേശം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ, ഗുണ്ടാ സംഘങ്ങൾ, ലഹരി സംഘങ്ങളൊക്കെ ശക്തമാണ്. അതെ, പോത്തൻകോട്ട് ഒരു ശാന്തമായ ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടുന്നൊക്കെ ഈ കാപ്പ നിയമം ഇതായതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഒരു പൊത്തിയാടി നാട് കടത്തി ഇവിടെ വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ വ്യക്തി ഇന്നിപ്പോൾ വെട്ടിയ പാർട്ടി വേറെ ഒരു ടെമ്പോക്കാരനെ റോഡിൽ നടുക്ക് പിടിച്ചു നിർത്തി അടിക്കാനും ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരെയായിരുന്നു. അങ്ങനെ ഈ വ്യക്തി ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. എന്തായാലും ഈ അക്രമം നടത്തിയവരെ തിരിച്ചറിയാനായിട്ടില്ല. ഭീമാപ്പള്ളി സ്വദേശികളാണെന്നുള്ളതാണ് പോലീസിന്റെ എന്താണെങ്കിലും അവർ അവിടെ വരുന്നു. ആ നാട്ടുകാർക്കൊന്നും പരിചയമില്ലാത്ത ആളുകളാണ്. ഈ പോത്തൻകോട് വലിയൊരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള ചില ക്രിമിനൽ സംഘങ്ങൾ അവിടെ വിലസി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ ആ ബേക്കറിയിൽ എത്തിയ സമയത്ത് അയാളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു കടയിൽ കയറി അതിക്രമം കാണിക്കുന്നു. പിന്നീട് പുറത്തുപോയി ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഒരു ആയുധവുമായി വന്ന് ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആളെക്കുറിച്ചുള്ള സൂചനകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം തുടരുകയാണ്.